Hello guys, I am Adnan and welcome back to my channel Superpowers. ഇതാണ് സൂപ്പർസ് സൂപ്പർ ഹീറോസ്. സൂപ്പർസ് ടീമിന്റെ മാർവലിലൂടെ എല്ലാ സൂപ്പർ ഹീറോ ഫാൻസും. സോ ഗൈസ്, അങ്ങനെ മാർവലിന്റെ ഒരു പുതിയ സീരീസ് ഇറങ്ങിയിരിക്കുകയാണ്, ഒരു ആനിമേറ്റഡ് സീരീസ് ഐസ് ഓഫ് വക്കാണ്ട എന്നാണ് ഈ സീരീസിന്റെ പേര്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു സീരീസിനെ കുറിച്ച് പലർക്കും അറിയില്ല, കാരണം മാർവൽ പോലും ഈ ഒരു സീരീസിനെ കുറിച്ചൊരു പക്ക പ്രൊമോഷൻ ഒന്നും കൊടുത്തിട്ടില്ല. മേ ബി ഫാന്റാസ്റ്റിക് ഫോമിന്റെ ആ ഒരു ഇതായിപ്പോയതാണ്. ബട്ട് ഈ ഒരു സീരീസ് വളരെ ക്രിട്ടിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു സ്പോയിലർ റിവ്യൂ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോ കാണാൻ മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവ്സ് ഗെയിംസ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് അടുത്ത ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഞാൻ പറഞ്ഞോട്ടെ, ഈ ഒരു സീരീസിന് ആകെ 4 എപ്പിസോഡുള്ള ഒരു ലിമിറ്റഡ് സീരീസ് ആണ്. സീസൺ 2 ഉണ്ടാകുമോ എന്ന് പോലും അറിയത്തില്ല. ബട്ട് എന്താ പറയാ, ഈ ഒരു സീരീസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയില്ല. ബട്ട് ഇഫ് യു ആസ്ക് മീ ഇഫ് ദിസ് ഷോ ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ MCU, യെസ് ഇറ്റ് ഈസ്. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള, വളരെയധികം നമുക്ക് എൻജോയബിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ് ഇത്. ആൻഡ് ഓഫ് കോഴ്സ് എന്താ പറയുക, ഈ സീരീസിന്റെ 4 എപ്പിസോഡാണ് നേരത്തെ പറഞ്ഞ പോലെയുള്ളത്. ഓരോ എപ്പിസോഡും 28 മിനിറ്റ് 29 മിനിറ്റ് അങ്ങനെയുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള ടൈം സ്പാനിലാണ് കഥ പറഞ്ഞുള്ളത്. സോ ഇതിന്റെ കഥ എന്ന് പറയുന്നത് സ്പോയിലർ ഇല്ലാതെ പറയുകയാണെങ്കിൽ നമ്മുടെ വക്കാണ്ടയുടെ കഥ തന്നെയാണ് പറയുന്നത്. വക്കാണ്ടയുടെ എസ്പെഷ്യലി വക്കാണ്ടയുടെ സ്പൈസ്, അവരെ വിളിക്കുന്നത് വാർ ഡോഗ്സ് എന്നാണ്. സോ അവരെ കഥ പറയുന്നത് 4 എപ്പിസോഡിൽ 4 ഡിഫറെന്റ് കഥകൾ പറയുന്ന, എന്നാൽ ലാസ്റ്റ് വരുമ്പോൾ ഈ 4 കഥകളും ഇന്റർവ്യൂനായി ഒന്നാവുന്നതും, പിന്നെ അവസാനം നമ്മൾ ബ്ലാക്ക് പാന്തർ സിനിമയും കണ്ട ഒരു ലൂപ്പ് ഹോൾ അതിനുവേണ്ടി കണക്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഇതിലുണ്ട്. ബട്ട് അതിനെക്കുറിച്ച് ഞാൻ സ്പോയിലർ ആയിട്ടൊന്നും പറയുന്നില്ല. ബട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഇതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം മാർവൽ ആൻഡ് റയാൻ കൂഗ്ലർ എന്ന് പറയാം. റയാൻ കൂഗ്ലറിന്റെ കാര്യം നമുക്ക് പറയാം. ബട്ട് മാർവലിന്റെ ഈ അടുത്തിറങ്ങിയ ഒരു വളരെ നല്ലൊരു ആനിമേറ്റഡ് TV സീരീസുമാണ് യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. അത് എല്ലാ വർഷവും എന്താ പറയുക, ഒരു പുതിയ സീസൺ റിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. ബട്ട് ഈ സംഭവം വന്നിട്ട് ആ ഒരു സംഭവത്തിന്റെ ഒരു ക്വാളിറ്റി ആണ് ചെല്ലുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ആനിമേഷൻ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വാട്ടിഫിനെ പോലെയാണ്. വാട്ടിഫ് ഫസ്റ്റ് സീസൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ മടുപ്പൊക്കെ തോന്നി തുടങ്ങി. ബട്ട് ഇത് ഞാൻ ടു ബി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ സിനിമ ആയിക്കോട്ടെ സീരീസ് ആയിക്കോട്ടെ ഇടയ്ക്ക് ഫോൺ നോക്കുക, അല്ലെങ്കിൽ ഇത് തീരാറായോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കും. ബട്ട് ഈ ഒരു സീരീസിന് 4 എപ്പിസോഡ് കണ്ടപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് ആ ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല. ഞാൻ ഫോൺ എടുത്ത് നോക്കിയോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത്രയും നമ്മളെ എൻഗേജ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈൻ പ്ലോട്ടും ഒക്കെയാണ് ഇതിനുള്ളത്. ആൻഡ് ആനിമേഷൻ എന്നത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടിഫിന്റെ ഒരു സ്റ്റൈലാണോ എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ ഒരു യുണീക്ക് വേർഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എത്ര ഒരു ഇത് തോന്നില്ല. ബട്ട് എന്താണിത് എന്ന് വെച്ചാൽ ബ്ലാക്ക് പാന്തർ ഇല്ലാത്തൊരു വക്കാണ്ടയുടെ കഥ. ബട്ട് വളരെ നന്നായിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ ഏതൊരു സിനിമയായാലും സീരീസ് ആയാലും റിവ്യൂ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതിൻ്റെ ഒരു BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കാണ്. വെൽ ക്രാഫ്റ്റഡ് എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് MCU. ഇൻഫിനിറ്റി സാഗയും വെച്ച് കമ്പയർ ചെയ്യാം. അത്രയ്ക്ക് ഗുഡിലായിട്ടാണ് പല സീരീസിലും അല്ലെങ്കിൽ പല ടെൻസ്ഡ് മൂമെന്റ്സിലും ആ ഒരു BGM റൈസ് അപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എലിവേറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. പിന്നീട് ഈ ഒരു ഇതിന് നിങ്ങൾ ട്രെയിലറിൽ കണ്ടാണ് അയൺ ഫിസ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അതിൽ ഈ ഒരു ക്യാരക്ടർ ഫീമെയിൽ ആണ്. അതും അതിലുള്ളതാണ്, സ്പോയിലർ അല്ല. അയൺ ഫിസ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. ബട്ട് അത് എന്തുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ ജെൻഡർ സ്വാപ്പ് ചെയ്തത് എന്നതിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കാരണം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അല്ലാതെ ഫീമെയിൽ ആക്കണം, ആ മെയിൽ ക്യാരക്ടറിനെ ഫീമെയിൽ ആക്കണം എന്നല്ല. സോ ഈ ഒരു അയൺ ഫിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട, അയൺ ഫിസ്റ്റ് പ്രോപ്പർ മെയിൽ ആയിട്ടുള്ള ആ ഒറിജിനൽ ക്യാരക്ടർ തന്നെ മാർവലിൽ വരും. അത് മാത്രമല്ല ഡിഫൻഡേഴ്സിലുള്ള എല്ലാ ടീം തന്നെ വരും. അതൊരു മൂവി ആയിട്ടാണോ സീരീസ് ആണോ എന്ന് നമുക്കറിയില്ല. ബട്ട് നമുക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കൺഫേംഡ്, അല്ലെങ്കിൽ കൺഫേംഡ് എന്ന് തന്നെ നമുക്ക് പറയാം. സോ കമ്മിങ് ബാക്ക് ടു ദി
ഐസ് ഓഫ് വക്കാണ്ട. ഈ പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഓപ്പണിങ്, ആ ഒരു ഇൻട്രോ ഉണ്ട്. ആ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് നമ്മളെ ക്രെഡിറ്റ്സ് ഒക്കെ എഴുതി കാണിക്കുന്നത് ഡയറക്റ്റഡ് ബൈ, എഡിറ്റഡ് ബൈ, അത് കാണിക്കുന്നത് വളരെ എന്താ പറയാ ഒരു പീക്ക് ലെവൽ. നമ്മുടെ ബ്ലാക്ക് പാന്തറിന്റെ ആ ഒരു പാട്ട് മറ്റേ ഓൾ ദ സ്റ്റാർസ് അപ്ലോസ് ആ പാട്ട് വെച്ചിട്ട് ചെയ്യുന്ന പോലെ ആ പാട്ടിന് സെറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ബിജിഎം പോലെ ഉണ്ട്. ബട്ട് ആ ഒരു ടൈറ്റിലൊക്കെ കാണിക്കുന്നതും ആൻഡ് അഫ്കോഴ്സ് ഐസോ വക്കാണ്ടെന്ന് എഴുതി കാണിക്കുന്നത് നല്ലൊരു എലിവേറ്റ് ചെയ്ത് നമ്മളെ ത്രില്ലടിപ്പിച്ച് നിൽക്കുന്ന രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. ആൻഡ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 എപ്പിസോഡുകളുണ്ട്. ഇതിൽ സെക്കൻഡ് ആൻഡ് തേർഡ് എപ്പിസോഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് പല ഓരോ എപ്പിസോഡിലും എന്താ പറയുക ഒരു സ്പോയിലർ ആയിട്ട് പറയല്ല, അത് നിങ്ങളെ ഒരു എൻജോയ്മെന്റിനെ ബാധിക്കില്ല. ബട്ട് ഓരോ വാർഡോഗ് അല്ലെങ്കിൽ അവിടുത്തെ വക്കാണ്ടയുടെ സ്പൈകൾ ഒരു ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള, അതായത് ഈ പ്രസന്റിന് മുമ്പുള്ള വർഷങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഓരോ കൺട്രീസിൽ അല്ലെങ്കിൽ ഓരോ സ്പെഷ്യൽ ഡൈനാസ്റ്റീസിലും പോയി അവിടെ നിന്ന് അവരുടെ ഒരു ചില വക്കാണ്ടയിൽ നിന്ന് അവർക്ക് നിയോഗിച്ച ചില മിഷൻസ് എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യുക. അത് എന്ത് മിഷനാണെന്ന് ഞാൻ പറഞ്ഞത് അത് സ്പോയിലർ ആവും. സോ അതൊക്കെ ചെയ്യുന്ന ഒരു ലൈക്ക് സെറ്റപ്പിൽ ആ ഒരു സെറ്റപ്പിൽ ഒരു കഥയാണ്. ആൻഡ് അഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ അവസാനത്തെ എപ്പിസോഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇരുന്ന് ലൈക്ക് ഒരു കൈയടിക്കാൻ തോന്നുന്ന ഒരു സെറ്റപ്പിലുള്ള ഒരു ഞാൻ വിസിലടിച്ചു എത്ര അധികം പൈപ്പിൽ ആ ഒരു സംഭവത്തിൽ ഒരു സാധനം ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ അവസാനം. അതെന്താണ് ഞാൻ പറയുന്നത്. ബട്ട് ഇഫ് യു ആസ്ക് മീ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ബട്ട് ഒരു ഫ്രഷ് ടേക്ക് അല്ലെങ്കിൽ ഫ്രഷ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇത് മാറൽ ഫേസ് 6 വരുന്ന ഫേസ് 6 സെക്കൻഡ് പ്രോജക്റ്റ് ആണ്. ആൻഡ് ഇഫ് ഇൻ റയൻ കൂഗ്ലർ വിൽ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം, റയൻ കൂഗ്ലർ അഫ്കോഴ്സ് ബ്ലാക്ക് പാന്തർ, സിഗ്നസ് പോലുള്ള അടിപൊളി പടങ്ങൾ എടുത്തിട്ടുണ്ട്. ബട്ട് ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് വന്ന അയൺ ഹാർട്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് വളരെ ഇത്തിരി മോശമായിട്ടാണ് പോയത്. ആൻഡ് ഞാൻ പേഴ്സണലി അതിൽ കണ്ടു നിർത്തിയിട്ട് വരില്ല. ആൻഡ് ഇതിൽ റയൻ കൂഗ്ലർ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. സോ ഇതിൽ വളരെയധികം ക്വാളിറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. ട്രസ്റ്റ് മീ, നിങ്ങൾ ഒരു വട്ടം കണ്ടു നോക്കുക, യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ്. ലൈക്ക് ഒരു 1.5 2 hours, നിങ്ങൾ അരമണിക്കൂർ 2 മണിക്കൂർ 2 hours ഓഫ് യുവർ ലൈഫ് വിൽ ബി ഇറ്റ് വിൽ ബി എ ട്രീറ്റ് ഫോർ യു. 2 മണിക്കൂർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സോ എൻ്റെ ഒരു റേറ്റിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 4 കൊടുക്കും, 5ൽ 4 കൊടുക്കും. ആൻഡ് 10ലാണെങ്കിൽ ഞാനൊരു 8.5 ഒക്കെ കൊടുക്കും. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഒട്ടും ഹോപ്പില്ലാതെ അല്ലെങ്കിൽ ഇത് എന്താണ് സംഭവം എന്ന് പോലും അറിയുള്ളത്. അതായത് ബ്ലാക്ക് പാന്തർ ഇല്ലാതെ ഒരു വക്കാണ്ടയുടെ കഥ എന്ന് അഫ്കോഴ്സ് ഏതൊരു മാർവൽ ഫാൻ എന്തോ ആ ഒരു ഇതില്ലാതെയാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഒരു റിവ്യൂ ഈ ഒരു ഐസ് ഓഫ് വക്കാണ്ടയെ കുറിച്ച്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഷോ അല്ലെങ്കിൽ സീരീസ് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ആനിമേഷൻ ആണ്, പലർക്കും ഇത് ഇഷ്ടപ്പെടും. ആൻഡ് അഫ്കോഴ്സ് ഇത് കാണണമെങ്കിൽ വേറെ ഇതിന് മുമ്പ് ഒന്നും കാണണമെന്നില്ല. ആൻഡ് ഇതിൽ പല MCയുടെ ഇന്നത്തെ പ്രസന്റ് കോൺസെപ്റ്റ്സിനെയും അവർ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So മറ്റൊരു മാർവൽ വീഡിയോ നമ്മൾ അതൊരു ദിസ് മാച്ച് സൈൻ ഔട്ട് ആൻഡ് യു ആർ ദി സൂപ്പർ ടീം ആൻഡ് നോട്ട് സൂപ്പർ ഹീറോസ്.